കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പൻ്റെ പുതിയ മേൽശാന്തിയായിട്ട് മൂർത്തിയേടത്തുമന സുധാകരൻ നമ്പൂതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒക്ടോബർ 1 മുതൽ 6 മാസത്തേക്കുള്ള മേൽശാന്തിയായിട്ടായിരുന്നു. യോഗ്യരായ 51 പേരിൽ ഒരാളെയാണ് തിരഞ്ഞെടുത്തത്. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, ശ്രീ KS ബാലഗോപാലൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട് അപേക്ഷകരുമായി കൂടിക്കാഴ്ച നടത്തി. 2025 ഒക്ടോബർ 1 മുതൽ അടുത്ത 6 മാസത്തേക്കാണ് മേൽശാന്തിയായി. പാലക്കാട് ശ്രീകൃഷ്ണപുരം മൂർത്തിയേടത്ത് മന സുധാകരൻ നമ്പൂതിരിപ്പാടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്ര നട തുറന്നപ്പോഴായിരുന്നു നറുക്കെടുപ്പ്. രാവിലെ ക്ഷേത്രം തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം ഭരണസമിതി മുൻപാകെ നടന്ന അഭിമുഖത്തിൽ യോഗ്യരെന്ന് കണ്ടെത്തിയ 51 അപേക്ഷകരുടെ പേരുകൾ ശ്രീലകത്തിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ വെച്ച് വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാടിൻ്റെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തി കൗപ്ര മാറാത്ത് ബ്രഹ്മശ്രീ കൗപ്ര മാറാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട് വെള്ളിക്കുടത്തിൽ നിന്നും നറുക്കെടുത്തു. അങ്ങനെ ദേവസ്വം ചെയർമാൻ വിജയൻ, ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. 63 അപേക്ഷകരിൽ 8 പേർ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയില്ല. 4 പേർ കൂടിക്കാഴ്ചയിൽ അയോഗ്യരായി. 59കാരനായ നിയുക്ത മേൽശാന്തി പാലക്കാട് ശ്രീകൃഷ്ണപുരം പീലിമംഗലം സ്വദേശിയാണ്. MA B.Ed ബിരുദധാരിയാണ്. ചുമതല ഏറ്റെടുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നിയുക്ത മേൽശാന്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. ഭജനത്തിന് ശേഷം സെപ്റ്റംബർ 30 രാത്രി ചുമതലയേൽക്കും. 6 മാസം പുറപ്പെടാ ശാന്തിയായി ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് പൂജാകർമ്മങ്ങൾ നിർവഹിക്കും. ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയാവുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥാനത്ത്, അതായത് ഗുരുവായൂരപ്പൻ്റെ അമ്മയുടെ സ്ഥാനത്ത്, യശോദാമ്മയുടെ സ്ഥാനത്താണ് ഇനി 6 മാസക്കാലം സുധാകരൻ തിരുമേനി ഉണ്ടാവുക. പുണ്യജന്മങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന ആ ഒരു അത്യപൂർവമായ അവസരമാണ് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി തിരഞ്ഞെടുപ്പ്. ഇനിയുള്ള ആ 6 മാസക്കാലം അദ്ദേഹം ആ ഗുരുവായൂരപ്പൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു അവസ്ഥയാവും. കാരണം പുറപ്പെടാ ശാന്തിയായിട്ടങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ ആ തിരുമുമ്പിൽ ഇങ്ങനെ ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ആ ഗുരുവായൂരപ്പനെ പൂജിക്കാനുള്ള ആ ഒരു അവകാശം, അതായത് ഈ 6 മാസം ആ മേൽശാന്തിയായിട്ട് അവിടെ ഇരിക്കാനുള്ള ആ ഒരു അസുലഭ ഭാഗ്യം ലഭിച്ചത് പൂർവ്വ പുണ്യ സുഹൃതം ആയിട്ട് തന്നെയാണ്. കാരണം അത്രയും അത്രയ്ക്കും കൂടുതൽ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായിട്ട് അവിടെ എത്തിപ്പെടാൻ സാധിക്കുക. അത് എന്തായാലും അദ്ദേഹത്തിന് കഴിഞ്ഞു. എല്ലാവിധ മംഗളങ്ങളും അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. പുതിയ മേൽശാന്തിയെ കാണാനായിട്ട് നമുക്ക് അടുത്ത 1-ാം തീയതി മുതൽ കാണാം. 30-ാം തീയതി മുതൽ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.